വീട്ടിലാണെങ്കിൽ ചിരട്ടപ്പുട്ട മിക്കവാറും. അപ്പോൾ ചിരട്ടപ്പുട്ട എടുക്കുന്നെങ്കിൽ എന്ത് ചെയ്യും? കടല കറി എടുക്കുന്നതിനനുസരിച്ച് ചിരട്ടപ്പുട്ടിൻ്റെ അകത്തുനിന്ന് ഒരു അല്പം മാറ്റും. കാരണം എന്താവും, ഇതിൽ നിന്നും കാബ്സ് കിട്ടുന്നുണ്ട് നമുക്ക്. അപ്പോൾ പുട്ട് എൻജോയ് ചെയ്യാം, കാബ്സ് അവിടെ മാനേജ് ചെയ്യാൻ പറ്റും. അതിൻ്റെ കൂടെ നിങ്ങളുടെ പ്രോട്ടീൻ ഇൻടേക്ക് എത്രയാണ്? 10 മുട്ട എങ്കിൽ 10 മുട്ട, ഓംലെറ്റ് ഓംലെറ്റ്, അങ്ങനെ അതിൻ്റെ കൂടെ എടുക്കുക. ഇപ്പം ഞാൻ ഇങ്ങോട്ട് വരുന്ന ദിവസങ്ങളിൽ എല്ലാ ദിവസവും, ഇപ്പം ഞാനും അജയും, ഞാനിപ്പോൾ ഇവിടെ വന്നിട്ട് കഴിഞ്ഞ വ്യാഴാഴ്ച വന്നതാണ്. വെള്ളിയാഴ്ച തൊട്ടതാ ഇന്ന് ഈ നിമിഷം ഈ രാവിലെ വരെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്ന എയർപോർട്ടിൻ്റെ അവിടെയുള്ള സൽക്കാരയിൽ നിന്ന് 3 ഇഡ്ഡലി ചിക്കൻ കറിയാണ്. ഒരു മാറ്റമില്ല ഇതിന്, ഇത്രയും ദിവസം ഇന്ന് രാവിലെ വരെ. പക്ഷെ ഇഡ്ഡലിയുടെ കൂടെ അവർ ചമ്മന്തിയും സാമ്പാറും കൊണ്ടുവന്ന് വയ്ക്കും. അതുകൊണ്ട് എനിക്കെന്താ, സാമ്പാറിനകത്ത് പ്രോട്ടീൻ ഉണ്ടോ? അല്ലെങ്കിൽ ഇഡ്ഡലിയിൽ പ്രോട്ടീൻ ഉണ്ടോ? ഇല്ല. അപ്പോൾ ആ ചമ്മന്തി അല്ലെങ്കിൽ സാമ്പാർ എന്ന് പറയുന്നിടത്ത് ഗ്രേവി ഓപ്ഷൻ മാത്രമാണ്. അപ്പോൾ അതിൻ്റെ കൂടെ എന്ത് ചെയ്തു, ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരു ഫുൾ ചിക്കൻ കറി പറഞ്ഞ ഒരു 4 പീസ് കിട്ടും. ഈസി ആയിട്ട് ഒരു 150 ഗ്രാമിന് അടുത്തുണ്ടാവും. ഒരു 4 പീസ് എടുത്ത് നല്ല സോളിഡ് പീസ്. പെർഫെക്റ്റ് ബ്രേക്ക്ഫാസ്റ്റ്. ഇങ്ങനെ വേണം മാനേജ് ചെയ്യാൻ, ഇങ്ങനെ വേണം കൊടുക്കാൻ, ഇങ്ങനെ വേണം എഡ്യൂക്കേറ്റ് ചെയ്യാനായിട്ട്. ഇതിനെ നിങ്ങൾ മാനേജ് ചെയ്യുക എന്നുള്ളതാണ്. ഈ ഒരു പ്ലേറ്റിൻ്റെ പോർഷൻ നിങ്ങൾ മാനേജ് ചെയ്യുക. അപ്പോൾ ഇതിനകത്ത് തോരനുണ്ട്, തൈരുണ്ട്, അവിയലുണ്ട്, ഇച്ചിരി അച്ചാറുണ്ട്, സാലഡുണ്ട്, ചിക്കനുണ്ട്, കുറച്ച് സാമ്പാർ വെച്ചിട്ടുണ്ട്, ഒരു ഫിഷ് ഫ്രൈ ഉണ്ട്. ഓൾമോസ്റ്റ് ഒരു ഗവൺമെന്റ് എന്താ പറയുക, ഒരു ഓഫീസിലെയോ എല്ലായിടത്തും ഒരു ക്യാൻറ്റീനിലൊക്കെ നിങ്ങൾ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്ന ഇതുപോലെ ഒരു പ്ലേറ്റ് ആയിരിക്കും. അതിനകത്ത് എന്ത് ചെയ്യുക, ഈ സ്പെഷ്യൽ വരുന്ന ഫിഷ് ഫ്രൈ ഒക്കെ മാത്രം എന്ത് ചെയ്യുക, ക്ലയൻസിന്റെ ഹാബിറ്റ്സും അവരുടെ പ്രശ്നങ്ങൾക്കോ അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾക്കോ കാര്യങ്ങൾക്കോ അനുസരിച്ച് എന്ത് ചെയ്യുക, ആഴ്ചയിൽ ചിലപ്പോൾ 1 or 2 ഒക്കെ ആക്കി കുറയ്ക്കാൻ പറയുക. നല്ലപോലെ ഫിഷ് കഴിക്കാൻ താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ഫിഷ് ഫ്രൈ കണ്ടവനെ കഴിക്കാൻ താല്പര്യമുള്ളതാണ്, ഹെൽത്ത് കണ്ടീഷൻസ് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഇതൊക്കെ എന്ത് ചെയ്യുക, വൺസിനെ ട്വൈസിന്റെ വീക്കിലേക്ക് മാറ്റുക. ബാക്കിയുള്ള ദിവസങ്ങളിലൊക്കെ എന്ത് ചെയ്യുക, ഇതെല്ലാം ഫിഷ് കഴിക്കാൻ താല്പര്യമുള്ള ഫിഷ് കറി ആക്കാൻ പറയുക. നിങ്ങളുടെ ക്ലയൻസിന് ദോശ കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അതുപോലെ ആക്കുക, ഇഡ്ഡലി കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അതുപോലെ ആക്കുക. ഇനി ഉപ്മാവ് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ അതിനകത്ത് നിങ്ങൾ മാനേജ് ചെയ്യാൻ നോക്കുക. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്. ഒരു കാരണവശാലും ആരുടെയെങ്കിലും ഡയറ്റ് കണ്ടിട്ട് അതുപോലെ കോപ്പി പേസ്റ്റ് ചെയ്ത് കൊടുക്കാനായിട്ട് ഒരു കാരണവശാലും നിൽക്കരുത്. സോ ഇതിനാണ് നമ്മൾ മൈൻഡ്ഫുൾ ഈറ്റിംഗ് അല്ലെങ്കിൽ ഒരു 80-20 പ്രിൻസിപ്പിൾ നമ്മൾ കൊണ്ടുപോവുക എന്ന് പറയുന്നത്.